വിജ്ഞാനത്തിന്റെ നിലനിറകൾ തുറന്നു നൽകി പത്രമാറ്റിന്റെ സംഘത്തിലൊക്കെ ക്ലാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിഴിഞ്ഞം പള്ളിയിലെ ചന്ദനക്കടത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിഷ്വൽസാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക, ഐബിയുടെ മുകൾ ഭാഗത്ത് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാതെ മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ശ്രദ്ധിക്കുക, വർത്തരിപ്പ മക്കാമിന്റെ പുറകിലായി വഴിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന KL 21 0777 KL 74 A1249 എന്ന വാഹനം അടിയന്തരമായി അവിടെ നിന്നും മാറ്റി പാർക്ക് ചെയ്യണമെന്ന്. നമസ്കാരാനന്തരം വിഴിഞ്ഞം തെക്കുംഭാഗം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മൗലവി അബ്ദുൽ സത്താർ ബാഖവി ഉസ്താദ് അവർ നേതൃത്വം നൽകുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണിച്ച ഉറൂസ്, ഇതുപോലെയുള്ള ഒരുപാട് ഉറൂസുകൾ അവിടെ ഇവിടെ ഒന്നുമില്ല, ഒരുപാട് സ്ഥലത്ത് ഇതുപോലെയുള്ള ഉറൂസുകൾ നടക്കുന്നു. ഇതിൽ പങ്കുചേരുന്നത് ഇതര സമുദായക്കാരാണ് കൂടുതൽ അവിടെ കൊട്ടാനും മുട്ടാനും വരുന്നതും അതുപോലെ ആന വരുന്നതും. ഇത് ഒരുപാട് കാണിച്ചതാണ്, ഒരുപാട് വീഡിയോകൾ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണിച്ചത്. അതിൻ്റെ ഉദ്ദേശം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിർത്താൻ വേണ്ടിയാണ്. ഇതിനെ നിർത്താൻ ആരാണ് ശ്രമിക്കേണ്ടത്? ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്. എല്ലാ സ്ഥലത്തും ഇതിൻ്റെ കാര്യം പറഞ്ഞ് ഇതിനെ പ്രസംഗിച്ച് പ്രഭാഷണം നടത്തി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഹറാമുകൾ പോലും വരുന്നു. അത് സ്ത്രീ പുരുഷനെന്നുള്ള വ്യത്യാസമില്ലാതെ ഇതര മതസ്ഥരും എല്ലാം കൂടി ചെയ്യുന്ന ഈ കാര്യം ഇത് നമ്മുടെ മുസ്ലിം സമുദായത്തിന് ഒട്ടും ചേരുന്നതല്ല. ഇത് ഏതോ ഒരു കാലത്ത് തുടങ്ങിയതാണ്. ഇതിനെ ആവർത്തിച്ച് ഈ ഒരു പുരോഗമന അവസ്ഥയിലും ഈ കാലത്ത് പോലും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഒരു ഖേദകരമായ സംഗതിയാണ്. മുസ്ലിം സമുദായത്തിന് ഒരു നാണക്കേടുണ്ടാക്കുന്ന കാര്യവുമാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സമദാനി സംസാരിക്കുന്നു. വളരെ നല്ല ഒരു ആ രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതിയിൽ എല്ലാവരും ഒരു 60% ഉസ്താദന്മാർ ഇതിന് ഇറങ്ങി പറയാൻ തുടങ്ങിയാൽ ഇത് നിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഗ്യാരണ്ടിയായും ഇതുപോലുള്ള കാര്യങ്ങൾ
നിർത്താം. അതല്ല, അതിന് പുറമെ ഇവർ എന്താണ് ചെയ്യുന്നത്, അവിടെ വിളിച്ച് പറയുന്നതും കേൾക്കുന്നു ഏതോ ഒരു ബാഖവി വരുന്നു എന്ന്. ഈ ഉത്സവത്തിനാണ് ആ ബാഖവി വരുന്നത്. എല്ലായിടത്തും ബാക്കവിമാറും ഹസനിമാറും ദാരിമിമാറും എല്ലാം വന്ന് അവിടെ തുടങ്ങി കൊടുക്കുന്നതാണ്. അവിടെ വന്ന് ദുആ ചെയ്ത് പ്രസംഗിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്യുന്നതാണ്, പ്രോത്സാഹിപ്പിക്കുന്നതാണ്. എന്താണ്, അവർക്ക് ഒരു സ്റ്റേജ് കിട്ടണം, അവർക്ക് ഉള്ള ചെലവിൻ്റെ കാശ് ഉണ്ടാകണം എന്ന് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ പള്ളികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ഓരോ ഭാഗത്ത് ഓരോ നാട്ടിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. എല്ലാം പള്ളി നമ്മുടേതാണ്, അതാണ് നമ്മുടെ അവിടെ അതുണ്ടായിരുന്നു മറ്റതുണ്ടായിരുന്നു മറിച്ചതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ പള്ളിയെ വശത്താക്കുന്നതായിരിക്കുന്ന ഈ കാലത്ത് അതിന് കച്ചുകെട്ടി ഇറങ്ങിയതായിരിക്കും നമ്മുടെ അധികാരികൾ പോലും. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ്, മാറി നിന്ന് കൊടുത്തേ പറ്റൂ, അതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. അതാണ് മൊത്തത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതിന് വഴി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അവരല്ല, അവരെ നമ്മൾ വിളിച്ചു കൂട്ടുന്നതാണ്. ഇതിൻ്റെ കാര്യം അവിടെ മറപ്പെട്ട് കടന്നവർക്ക് ആണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യക്തിയാണല്ലോ അവിടെ മറപ്പെട്ട് കടന്നത്. കറാമത്ത് ഉണ്ടോ ഇല്ലേ അതല്ല പ്രശ്നം, ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്, അവിടെ സിയാറത്താണ് നടക്കേണ്ടത്, അവിടത്തേക്ക് ഖുർആൻ ഓത്താണ് നടക്കേണ്ടത്. പുറമേ ഇവിടെ ഉത്സവവും യാത്രയും അതുപോലെ കൊട്ടലും മുട്ടലും ആനയും ഇതെല്ലാം വേണോ സഹോദരന്മാരെ? ഇതാണ് ഇതിനെ നിർത്താൻ വേണ്ടി നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നത്. ഇത് നിർത്തണമെന്നാണ്. ഈ നിർത്തണമെന്ന് എല്ലാവരും ഉദ്ദേശിച്ചാൽ ഇത് നിർത്തുകയും ചെയ്യും, അതുകൊണ്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട സമദാനി എന്താണ് പറയുന്നത് അതിനെങ്കിലും കേട്ട് ഉൾക്കൊണ്ട് മറ്റു നമ്മുടെ ഓരോ ജമാഅത്തിനും നമ്മുടെ ഉസ്താദ് അവിടുത്തെ ഖത്തീബ് നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ടാകും. അവിടുത്തെ ഖത്തീബുകൾ, അവിടുത്തെ മുദരിസ് അവരോട് പറയിപ്പിക്കണം. ഇതിൻ്റെ കാര്യത്തിൽ പറയിപ്പിച്ച് അതിനെ വീഡിയോ ചെയ്ത് അതിനെ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടതാണ്. ഇത് കറാമത്ത് കള്ളക്കറാമത്തിനെ പ്രചരിപ്പിക്കാൻ നല്ല ഉഷാറാണ് നിങ്ങൾ. അത് കാര്യമില്ല. ഈ കറാമത്തുകൾ പറഞ്ഞ് അതിനെ കൊട്ടിഘോഷിച്ച് എന്തെല്ലാം കറാമത്തുകളാണ് ഇവിടെ പറയുന്നത് കേൾക്കുന്നതും. ഇതുപോലെയുള്ള അബദ്ധങ്ങളും ഇതുപോലെയുള്ള അനാവശ്യങ്ങളും ഇതുപോലെയുള്ള ഉത്സവങ്ങളും നിൽക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തുള്ള അവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിമാരും അവിടുത്തെ ഉസ്താദന്മാരോട് പ്രസംഗിപ്പിച്ച് അതിനെ വീഡിയോ ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്ത് അതിനാണ് പുറത്തേക്ക് വീഴേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമില്ല എന്ന്. ഏതാണ് ഇത്തരം കാര്യം? ആദ്യം നിങ്ങൾ കണ്ട ഉത്സവമുണ്ടല്ലോ അതാണ്. അതല്ല, നമുക്ക് മരണപ്പെട്ടവർക്ക് എന്താണ് വേണ്ടത്? ഖുർആൻ ഓത്താണ് വേണ്ടത്. അതുപോലെ നമുക്ക് സിയാറത്ത് വേണ്ടത് നമ്മുടെ മരണത്തെ ഓർമ്മിപ്പിക്കാൻ. അതാണ് ബഹുമാനപ്പെട്ട സമദാനി പറയുന്നത്. അതിന് നിങ്ങൾ കേൾക്കണം. കേട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക സഹോദരന്മാരെ. എത്രയാണ് പറയുന്നത്, എത്രയാണ് പറയിപ്പിക്കുന്നത്. ഇതിനെ പറയാനുള്ള പണ്ഡിതന്മാർ ഇല്ലല്ലോ എന്നാണ് നമുക്ക് ഖേദം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിയാറത്തിന് വേണ്ടി നമുക്ക് അനുവാദം നൽകിയപ്പോൾ പോലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ, അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ്. ഖബർ എന്നൊക്കെ പറഞ്ഞാൽ മരണത്തെ ഓർപ്പിക്കാനാണ്, അല്ലാതെ പുതിയങ്ങാടി നേരത്തെ ആന ചവിട്ടി മരിക്കാനല്ല. അതിനല്ല, ഞാൻ തുറന്ന് പറയാണ്. എനിക്ക് ആ കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല. പേടിയുള്ളവർ പറയണ്ട. ഈ സമുദായം ഇവിടുന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല. മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ ഖബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസം ഉണ്ടല്ല, തോന്നിയാസം. അതിനേക്കാളും വലിയൊരു തോന്നിയാസം ഈ ലോകത്ത് എവിടെയും വേറെ നടക്കാനില്ല. അപ്പൊ അതിന്റെ സീസണാണ്. നേർച്ച എന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം. പുതിയങ്ങാടി നേർച്ചക്ക് കൂടി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ. എനിക്ക് അത്ഭുതമില്ല, എനിക്കതിൽ അത്ഭുതമില്ല. ഞാൻ എന്നോട് പറഞ്ഞ സുഹൃത്തിനോട് പറഞ്ഞു, അത് എനിക്ക് ഉറപ്പാണ്. കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവം അതാണ്. ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടൊന്ന് വിലസണം, അതിനുള്ള അവസരമാണ്. പക്ഷെ ആന ചവിട്ടി മരിച്ചു എന്ന് കേട്ടപ്പോ സംഗതി കുറച്ച് കഠിനായിപ്പോയി. എന്നാ അതിനെങ്കിലും പാഠം പഠിക്കോ? ഒരു പാഠം പഠിക്കൂല. കൊല്ലം 18 ആനയാണെങ്കിൽ അടുത്ത കൊല്ലം 38 ആന ഉണ്ടാവും. പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം. അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്ത് നിന്ന് ആളുകൂടിയ സദസ്സിൽ ഞാൻ അത് പറയണത്. യുവാക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും. നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ. ഇതൊന്നും അള്ളൻ റസൂലും അനുവദിച്ചതല്ല. അള്ളൻ റസൂലും അനുവദിച്ചതോ?
കിതാബോധനോ ഇസ്ലാം ദീൻ പഠിക്കണോ? ഭൂമിക്ക് കീഴ്പ്പെട്ട ഏത് മനുഷ്യനെ അറിയാത്തത് അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ച കാര്യമാണ്. ഇന്ന് ഈ നടക്കണ ഈ പൂര ഉത്സവങ്ങളില്, നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണത് റസൂല് ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. ബാക്കി ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ ബുദ്ധിയുള്ളവരെ ഞങ്ങൾ ചിന്തിച്ചോളി. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേർച്ച മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും. ഖബർ സിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ പോയിട്ട് ബാൻഡ് മുട്ടിയിട്ട് തോന്നിയാസം കാണിക്കാനല്ല. അള്ളയും റസൂലും പഠിപ്പിച്ചിട്ടില്ല അത് തടയേണ്ടവർ തടയണം. കൗമ് പോണ വഴിക്ക് കൗമിനെ തെളിക്കരുത്. കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്മാതിരിയുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വിചാരിച്ചു ഇമ്മാതിരിയുള്ള പരിപാടിയൊക്കെ സമുദായത്തിൽ കുറഞ്ഞു വരികയാണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇത് കുറയല്ല, ചില ആൾക്കാർ വളർത്തുകയാണ്. കുറയില്ല. കാരണം എന്താണെന്നറിയോ? അതിന്റെ പിന്നിലൊക്കെ കച്ചവടമാണ്, വ്യവസായമാണ്. കുറയില്ല. അത് ഒരു കൊല്ലം നടന്നിട്ട് അതിന് കുറെ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട്. അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിവാസങ്ങൾ ലോകത്ത് എന്നും ഉണ്ടാവും. കാരണം ഇത് കച്ചവടമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല. ഇത് ബിസിനസ്സാണ്, ഇത് ദീനല്ല, ഇസ്ലാമല്ല, വെറും കച്ചവടമാണ്. നടത്തുന്ന ആൾക്കാരുടെ വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണ്, ഞങ്ങളെ വഴിപഴപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു. ഇതൊക്കെ ഒന്ന് തിരുത്തണം. തിരുത്താൻ ഏറ്റവും അർജന്റാണ്. തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ്. ആന ചവിട്ടിയിട്ട് മനുഷ്യൻ മരിച്ചെന്നേ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എവിടെയെങ്കിലും ഒരു അമുസ്ലിം പോയിട്ട് പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയ വലിയ ഒച്ച, ഞാൻ പറയാം, തുറന്ന് പറയാം, ഒരമുസ്ലിം പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയ ഒച്ച. ഇത് ഒച്ച ഉണ്ടാക്കണവരെങ്ങനെയാ പള്ളിന്റെ മുമ്പിൽ സ്വയം പോയിട്ട് മുട്ടല്? ഒരു ഹിന്ദു സുഹൃത്ത് പള്ളിന്റെ മുമ്പിൽ മുട്ടിയ കുഴപ്പം, ഈ കുഴപ്പമുണ്ടാക്കണവർ സ്വന്തം പള്ളിന്റെ മുമ്പിൽ മുട്ടുന്നു. ഞാൻ അതിനെ രൂക്ഷമായി എതിർക്കുന്നു. അതിനെ ചോദ്യം ചെയ്യണം ഈ സമുദായത്തിലെ യുവാക്കൾ. മസ്ജിദിന്റെ മുമ്പിൽ മുട്ടൽ അന്യമതസ്ഥന് എപ്രകാരം തെറ്റാണോ അതിലേറെ തെറ്റാണ് പള്ളിയുടെ ആളാന്ന് പറയുന്ന ഇവനെ മുട്ടൽ. ഇവന്റെ മുട്ടൽ ആദ്യം നിർത്തണം, എന്നിട്ട് മതി അന്യ സമുദായക്കാരന്റെ മുട്ടൽ നിർത്തിക്കലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അന്യ സമുദായക്കാരന് പള്ളിയോടുള്ള ഹുർമത്തൊന്നുമില്ലല്ലോ. അവനെന്ത് പള്ളി? അവന് പള്ളി അവന്റെ ആരാധനാലയമല്ല. പക്ഷെ പള്ളി ആരാധനാലയമാണെന്ന് വിശ്വസിക്കുകയും അതിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ആ പള്ളിയോട് ഹുർമത്തില്ലാതെ അതിന്റെ ഗതിച്ചിങ്ങൽ നിന്ന് മുട്ടുന്നു. അവൻ ഞമ്മക്കാകാം അങ്ങക്കാകാൻ പറ്റൂല. അങ്ങനെ രണ്ട് ദീനുണ്ടോ ഇസ്ലാം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രം.